ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരി തലശ്ശേരിക്കാരി റീഷ്മയാണ് കേട്ടോ. ഇന്നെന്താ ഇങ്ങനെയൊരു വീഡിയോ എന്ന് ചോദിച്ചാൽ പറയാം. ജീവിതം എന്നത് വലിയൊരു പാഠപുസ്തകമാണ്. അത് പഠിച്ച് പാസ്സാകാൻ എല്ലാവരെ കൊണ്ടും പറ്റിയെന്ന് വരില്ല. എൻ്റെ ജീവിതത്തിൽ തകർച്ചയുടെ വക്കിൽ നിന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു പിടിവള്ളിയാണ് യൂട്യൂബ്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നപ്പോഴാണ് പലതും ഞാൻ പഠിച്ചതും പലതരത്തിലുള്ള ആളുകളെ പരിചയപ്പെട്ടതും ഒക്കെ. നമ്മുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നവരും സങ്കടപ്പെടുത്തുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മളിനി ഒഴിവാക്കുക. നമ്മുടെ ഉയർച്ചയ്ക്കായി നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ കൈകോർത്ത് പിടിക്കുക. തകർത്താനും തളർത്താനും പലരെ കൊണ്ടും പറ്റും. ആരെയും വിശ്വസിക്കാതിരിക്കുക, സ്വന്തം നിഴലിനെപ്പോലും. നമ്മളെ നമ്മളായി കാണുന്നവരെ നമ്മൾ അംഗീകരിക്കുക, സ്നേഹിക്കുക, ബഹുമാനിക്കുക. നമ്മുടെ വിഷമഘട്ടത്തിൽ നമുക്കാരാണോ കൈത്താങ്ങാകുന്നത്, നമ്മൾ ആരാണോ കൈപിടിച്ചുയർത്താൻ ആഗ്രഹിക്കുന്നത്, അവരെ കൂടെ കൂട്ടുക. ഒറ്റപ്പെടലിൻ്റെ വേദന അറിയുന്നവർക്കേ മറ്റുള്ളവരുടെ സങ്കടവും മനസ്സിലാവത്തുള്ളൂ. എന്നും എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കുള്ള ആയുസിൻ്റെ പകുതിയും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. അവർക്ക് വേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കുന്നു. പക്ഷേ ഒരിക്കൽ പോലും നമ്മൾ നമ്മളായി ജീവിക്കാൻ ശ്രമിച്ചിട്ടില്ല. ശ്രമിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അതാണ് സത്യം. അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക. മനസ്സുകൊണ്ട് വേദനിപ്പിക്കുന്നവരെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുക. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ചെറിയൊരു സമയം നമുക്ക് എല്ലാവരോടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പറ്റട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്നവരെ നമ്മൾ ഒരിക്കലും തിരിച്ച് പ്രതികാരം ചെയ്യരുത്. കാരണം അവർക്കുള്ള ശിക്ഷ ദൈവം താനേ കൊടുക്കും. കാരണം എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ച പാഠമാണത്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല. അതേപോലെയാണ് മരിക്കുമ്പോഴും നമ്മളൊന്നും കൊണ്ടുപോകത്തില്ല. അപ്പോൾ ഉള്ള സമയത്ത് ഉള്ളതുപോലെ എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേരുകയും അവർക്കൊപ്പം ഉള്ള കാലം നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യുക. നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി ഭാഗം നമുക്ക് കഴിഞ്ഞു. ഇനിയുള്ള ബാക്കി ഭാഗം നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് മാത്രം ചെയ്യുക. എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേരുക. കൂടാതെ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. അറിയാതെ പോലും ആരോടും ഒരു തെറ്റും ചെയ്യാതിരിക്കുക. ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ഇതുവരെ ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഇനിയുള്ള കുറച്ചു കാലം നമുക്ക് കൂടി നമ്മുടെ ജീവിതം കൂടി നമ്മൾ കണക്കിലെടുക്കുക. ജീവിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തുക. ഇന്നെന്താ ഇങ്ങനെയൊരു വീഡിയോ എന്ന് ചോദിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നമ്മളെ എല്ലാവരെയും സൂക്ഷിക്കുക. അതായത് നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും നമ്മുടെ കാണുന്നവരെയും നമ്മൾ അറിയുക. എന്നിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. എൻ്റെ മനസ്സിൽ എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നും എല്ലാവർക്കും നല്ലത് മാത്രം വരാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ആരോടും വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. എന്നെ വെറുക്കുന്നവരെ പോലും സ്നേഹിക്കാനേ എനിക്കറിയത്തുള്ളൂ. പിന്നെ ഇത്രയേറെ എന്താണ് സംസാരിച്ചതെന്ന് ചോദിച്ചാൽ, കുറേ ദിവസങ്ങളായി എനിക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാകാൻ പറ്റിയിരുന്നില്ല. കാരണം കുറേ ശാരീരിക ബുദ്ധിമുട്ടുകളായിരുന്നു. മാനസികമായും വല്ലാതെ തളർന്നിരുന്നു. ഇനി എല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ആക്റ്റീവായി എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേർന്ന് നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെയൊക്കെ ആ പഴയ കൂട്ടുകാരി, അതായത് ചിരിയും കളിയും തമാശകളും ഒക്കെ ആയിട്ടുള്ള പഴയ കൂട്ടുകാരിയായി ഞാൻ തിരിച്ചു വരും. അതിനായുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ. എനിക്ക് സങ്കടങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഞാൻ കഥയായും കവിതയായും ഒക്കെ എഴുതുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ കൈവിട്ടു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. നിങ്ങളൊക്കെ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടും
എന്താ പറയുക, സ്നേഹവും ഒക്കെ ഇനിയുള്ള എല്ലാ വിധത്തിലും എൻ്റെ ചാനലിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടാകണമെന്നും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണമെന്നും ഞാൻ എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടും ലൈക്കും ഷെയറും സബും ഒക്കെ ഒരുപാട് സ്നേഹമാണെന്ന് എനിക്കറിയാം. അതുപോലെ അങ്ങനെയുള്ള ആ ഒരു സ്നേഹം ഇനിയും എൻ്റെ ചാനലിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ കൂടെ കാണണം. ഞാൻ നിങ്ങളുടെയൊക്കെ സ്വന്തം റേഷ്മയായി, നിങ്ങളുടെയൊക്കെ സ്വന്തം കൂട്ടുകാരിയായി, ചേച്ചിയായും അനിയത്തിയായും ഒക്കെ നിങ്ങളുടെയൊക്കെ കൂടെ കാണുമെന്ന് ഒരുപാട് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. അപ്പോൾ